പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മറ്റൊരു ദിനം കൂടി ഈശോ നമുക്ക് നൽകി, നമ്മെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നമ്മൾ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയായ പ്രഭാത വിരുന്നിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ശുശ്രൂഷയിലൂടെ ഇന്ന് ഈശോ നമ്മെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രാർത്ഥന നമുക്ക് യാചിക്കാം. ഈ ശുശ്രൂഷയിൽ അനവധി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായത്തിലൂടെ അനേകർക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കും പ്രത്യേകമായിട്ട് അതിനോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങളും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നിയോഗം പ്രത്യേകമായിട്ട് എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഓർത്തുകൊണ്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങളിൽ വലിയ അനുഗ്രഹം ഉണ്ടാവാൻ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് അവരെയും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഈ നിയോഗങ്ങളെല്ലാം ദൈവകുമാരൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് സർവശക്തനാണ്, സർവവ്യാപിയാണ്. പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ നിറവ് നൽകുന്നവനാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ എന്ന് പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥമായിട്ട് നമുക്ക് വിളിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച്, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ എല്ലാവരെയും പുതുചൈതന്യത്താൽ നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം
നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 50:15. സങ്കീർത്തനങ്ങൾ 50:15. അനർത്ഥകാലത്ത് എന്നെ വിളിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അനർത്ഥകാലത്ത് നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ രോഗപീഠകളിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളിൽ ദൈവത്തെ വിളിക്കണമെന്ന്. നീ നിൻ്റെ അനർത്ഥകാലത്ത് എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. കർത്താവ് പറയുകയാണ്, നിനക്കുത്തരം നൽകുന്ന ദൈവം ഞാനാണ്. ഞാനാണ് നിനക്ക് ഉത്തരമരുളുന്ന ദൈവം. നീ നിൻ്റെ അനർത്ഥകാലത്ത് എന്നെ വിളിച്ച് കൃപയിലേക്ക് കടന്നു വരിക. അപ്പോൾ അനർത്ഥകാലത്ത് ദൈവത്തെ വിളിക്കുവാനുള്ളൊരു മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കഷ്ടതകൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ദൈവം കുരിശിൽ രക്തം ചിന്തി. അതെന്നെ രക്ഷിക്കുവാനാ, എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കാനാ. ഈ ലോകത്തിലായിരിക്കുന്ന എനിക്ക് ഈ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ദൈവം തൻ്റെ ജീവൻ എനിക്ക് നൽകിയത്, എനിക്ക് വേണ്ടി ബലിയായത്. അപ്പോൾ എൻ്റെ ജീവിത മേഖലകളിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയാൽ ആ ദൈവം അവിടെ ഇറങ്ങി വന്ന് ആ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകും. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കുരിശിൽ മരിച്ച് പുനരുദ്ധാനം ചെയ്ത് നിത്യവും നമ്മോടൊത്തായിരിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാണ് എങ്കിൽ അതിൻ്റെ അനന്ത യോഗ്യതയാൽ എല്ലാ തിന്മകളിൽ നിന്നുള്ള മോചനവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. ഈശോ നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റെടുക്കുന്ന ദൈവമാണ്. നമ്മുടെ ബലഹീനതകളിലേക്ക് കടന്നു വരുന്ന ദൈവമാണ്. നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവകൃപ സ്വീകരിക്കുന്നതിന് നാം നമ്മുടെ പാപാവസ്ഥയെ ഏറ്റുപറയണം. ദൈവകൃപ സ്വീകരിക്കണമെങ്കിൽ നാം നമ്മുടെ പാപാവസ്ഥയെ ഏറ്റുപറയണം, അതിനെ വെറുത്തുപേക്ഷിക്കണം. ആ പാപാവസ്ഥയ്ക്ക് കാരണമായ ജീവിത മേഖലകളെ ക്രമീകരിക്കണം. അതിലേക്ക് നയിച്ച വ്യക്തികളെ നമ്മുടെ ശ്രദ്ധയിൽ നാം പെടുത്തണം. അവരുടെ വ്യക്തിബന്ധങ്ങൾ, അവരുമായുള്ള നമ്മുടെ സംസാര രീതികൾ, ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാത്രം നാം ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവപദ്ധതിയോട് സഹകരിച്ച്, ദൈവഹിതത്തോട് സഹകരിച്ച്, ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആകുലതകളിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, നമ്മുടെ നിരാശയിലേക്ക് ഈശോ കടന്നു വന്ന് കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുന്ന സമയമാണിത്. അപ്പോൾ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും, പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, പ്രഭാതത്തിൽ ദൈവവുമായി വലിയൊരു ആഴമായ ബന്ധത്തിലായിരിക്കുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൃപകൾ നമ്മിൽ നിറയും. പരിശുദ്ധ വചനം നമുക്ക് വീണ്ടും ഒന്ന് അനുസ്മരിക്കാം.
അനർത്ഥകാലത്ത് നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് തുടർന്ന് സങ്കീർത്തനങ്ങൾ 50:16 പറയുന്നു, എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? അതായത് ദുഷ്ടത്വത്തിൽ ജീവിക്കുന്നവർ, കർത്താവ് നൽകിയ ആ സന്ദേശം സ്വീകരിക്കുവാൻ താല്പര്യമില്ലാത്തവർ, ആ ദൈവീകതയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, അവരെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, എൻ്റെ നിയമങ്ങൾ ഉരുവിടാതെ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്തു കാര്യം? നിനക്കെങ്ങനെ സാധിക്കും? ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കാത്ത ഒരു ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരുമെന്ന് തിരുവചനം പഠിപ്പിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത മേഖലകളെയെല്ലാം പൂർണ്ണമായും അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിലെ വേദനകളിൽ നമ്മെ നയിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക. പ്രശ്നങ്ങളിൽ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ വിശദീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങളായി തീരും. ഈ പ്രഭാതം ഈശോയുടെ സ്നേഹത്തിൽ നിറയുവാനായി നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിലുള്ളവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം ജീവിത മേഖലകൾ യേശുവിൻ്റെ വചനത്തിനനുസരിച്ചുള്ളതായി തീരുവാൻ, നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത ഒരു ദൈവം, നമ്മെ നയിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യത്തിൽ എല്ലാവരും അവൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നവരായി തീരുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ കുറവുകളല്ല, ദൈവത്തിൻ്റെ കരുണയാണ് പരമപ്രധാനം. തിരുവചനത്തിലൂടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. അങ്ങനെ ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഈ ലോകത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച സമയങ്ങൾ നിരവധിയാണ്. ഒരുപക്ഷെ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച ജീവിത സമയങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. പല സാഹചര്യങ്ങളിലും പല കാര്യങ്ങളിലും ഈ ജീവിത വ്യഗ്രതകളിലൊക്കെ അടിമപ്പെട്ട് അതിൻ്റെ പുറകെ പോയി ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് കാരണമായിട്ടുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിലൊരു തീരുമാനം നമുക്കെടുക്കാം. ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കും. ദൈവത്തോട് ചേർന്ന് നിന്ന് കൃപയിൽ ഞാൻ വളരാൻ പരിശ്രമിക്കും. ദൈവത്തോട് ചേർന്ന് നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിത മേഖലകളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ദൈവിക പദ്ധതികൾ നമ്മിൽ പൂർത്തീകരിക്കപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. കഷ്ടതയുടെ സമയങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. ബോധ്യത്തോടെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിയോടെ കരങ്ങൾ കൂപ്പി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ത്രിയേക സർവേശ്വരന് നാമത്തിൽ സമർപ്പിച്ച് അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നിയോഗം നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. എല്ലാ വൈദികർ സമർപ്പിതരെ നമുക്ക് പ്രത്യേകം ദൈവകരങ്ങളിലേക്ക് എടുത്ത് സമർപ്പിക്കാം. അവരുടെ ശുശ്രൂഷാ മേഖലകൾ, അവരുടെ സമർപ്പണം എല്ലാം അനുഗ്രഹമായി തീരാൻ, അനേക ലക്ഷങ്ങൾ രക്ഷയിലേക്ക് കൃപയിലേക്ക് കടന്നു വരുവാൻ ഓരോരുത്തരെയും ശക്തമായ ഉപകരണങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് സകല വൈദികരെയും സമർപ്പിതരെയും എല്ലാം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ തകർച്ചകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അനർത്ഥകാലത്ത് ഒരിക്കലും പിന്തിരിഞ്ഞോടാതെ കൂടുതൽ ശക്തി പ്രാപിച്ച്
കൂടുതൽ സ്നേഹത്തോടെ കർത്താവിൻ്റെ അടുത്തായിരുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നാം ചെയ്യുവാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പണികളെയും നമുക്കൊന്ന് ഓർക്കാം. ഇന്ന് നാം പോകുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹമായി തീരുവാനായി സമർപ്പിക്കാം. ഒരുപക്ഷെ രോഗികളുണ്ടാവാം, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്നവരുണ്ടാവാം, ജോലിക്ക് പോകുന്നവരുണ്ടാവാം, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ടാവാം, പഠനത്തിൻ്റെ മേഖലകളിൽ പരീക്ഷ എഴുതുന്നവരുണ്ടാവാം, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം, ഒരു സന്തോഷവും ലഭിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. എന്തുമായിക്കൊള്ളട്ടെ, ആ മേഖലകളെല്ലാം അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന ബോധ്യത്തോടെ ദൈവത്തിന് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മരിയം കൂടാരങ്ങളിലായിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് നമുക്കും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. അവരോട് ചേർന്നൊരു ജപമാലയോ കരുണജപമാലയോ ഇതെല്ലാം ചൊല്ലി ഇന്നത്തെ ദിവസം കുറച്ച് സമയം വ്യക്തിപരമായി ഈ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയിട്ട്, ഗുഡ്നസ് ചാനലിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവഴിക്കാം, പ്രാർത്ഥിക്കാം. അതൊരു വലിയ അനുഗ്രഹമായി ദൈവം നമുക്ക് നൽകും. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട സകലരെയും നമുക്ക് ഓർക്കാം. ഇന്ന് ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കാം. ഈ നിയോഗങ്ങളും പ്രാർത്ഥനകളും ത്രിയേക സർവേശ്വരൻ്റെ നാമത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ ആശീർവാദം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സകല വിശുദ്ധരോടും ചേർന്ന് അവരുടെ സഹായവും നമുക്ക് യാചിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരുണ്ട്, ഇടവകയുടെ മധ്യസ്ഥരായ വിശുദ്ധരുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. എല്ലാവരോടും ചേർന്ന് നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കനിയണമേ, യേശുവേ കനിയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ, അനുഗ്രഹത്താൽ നിറയ്ക്കണമേ, ആത്മാവിനെ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യഭോജ്യമായി വാവാ വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ വാവാ ഈശോ വാവാ, ദിവ്യഭോജ്യമായി വാവാ വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ,
ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, സ്വർഗീയ മന്നയേ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, സ്വർഗീയ മന്നയേ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. ജീവന്റെ നാഥനെ വാവാ, ജീവശ്വാസമായി വാവാ, ജീവന്റെ നാഥനെ വാവാ, ജീവശ്വാസമായി വാവാ, ദിവ്യ തേജസ്സേ വാവാ, ഹൃത്തിൽ നിറയുവാൻ വാവാ, ദിവ്യ തേജസ്സേ വാവാ, ഹൃത്തിൽ നിറയുവാൻ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. നന്മസ്വരൂപനേ വാവാ, നിർമ്മലതാതനേ വാവാ, നന്മസ്വരൂപനേ വാവാ, നിർമ്മലതാതനേ വാവാ, ജ്ഞാനസ്വരൂപനേ വാവാ, പുതു സൃഷ്ടിയാക്കാൻ വാവാ, ജ്ഞാനസ്വരൂപനേ വാവാ, പുതു സൃഷ്ടിയാക്കാൻ വാവാ. പ്രിയപ്പെട്ടവരെ, തിരുസഭയോട് ചേർന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നാം പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്ന് ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. കരങ്ങൾ കൂപ്പി തിരുസഭയോട് ചേർന്ന് പ്രത്യേകിച്ച് മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാപ്പോലിത്തമാരോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണങ്ങളോടും സന്യാസ സമർപ്പിതരോടും അതുപോലെ തന്നെ എല്ലാ ദൈവമക്കളോടും ചേർന്ന് വിശ്വാസികളോടും ചേർന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മോടും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും
എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ.